ഒന്നാമത്തെ സൊഫ്. ഈ പള്ളിയിൽ ഇപ്പൊ 10-16 സൊഫ് ഉണ്ടെന്ന് വിചാരിക്കുക, എല്ലാവർക്കും ഒരു കൂലി കിട്ടൂല. ഒന്നാമത്തെ സൊഫ് ഒരു അത്യപൂർവ സൊഫാണ്. അതിന്റെ മഹത്വം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ നാടുകളിൽ നറുക്കെടുപ്പ് നടത്തേണ്ടി വരുമായിരുന്നു. ഇവിടെ പ്രശ്നമല്ലോ, ആരും മത്സരിക്കാൻ വരൂല, എല്ലാവർക്കും സൊഫ് ബാക്കിയാണ്. എന്നാൽ ഒന്നാമത്തെ സൊഫിന്റെ മഹത്വം ഒരാൾ അറിഞ്ഞാൽ മടിയില്ലാതെ അയാൾ അവിടേക്ക് ഓടിയെത്താൻ ശ്രമിക്കുമായിരുന്നു. അതാണ് ചികിത്സ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇശാഇന്റെ സുബ്ഹിന്റെ ജമാഅത്തിന്റെ മഹത്വം അറിഞ്ഞിരുന്നുവെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞുകൊണ്ടെങ്കിലും അവർ വരുമായിരുന്നു. മടിക്കൂല, ഒരു മടിയും വരൂല. ഇശാഇന്റെയും സുബ്ഹിന്റെയും ജമാഅത്തിന്റെ പ്രതിഫലത്തിന്റെ മഹത്വം അറിഞ്ഞാൽ അയാൾ മുട്ടിലിഴഞ്ഞാണെങ്കിലും അയാൾ വരുമായിരുന്നു. 3 ജുമുഅ ഒഴിവാക്കുന്നവന്റെ ഹൃദയത്തിൽ അല്ലാഹു തആല മുദ്രയിടപ്പെടും. അത് മനസ്സിലാക്കിയാൽ ഒരു ജുമുഅയും അയാൾ നഷ്ടപ്പെടുത്തൂല. ബാങ്കുലി ശബ്ദം, ജുമുഅന്റെ ബാങ്കുലി ശബ്ദം കേട്ട് പുറപ്പെട്ട് ഇമാമ ഖുത്ബ ആരംഭിച്ചാൽ മലക്കുകൾ എഴുതി വെക്കുന്ന രേഖ താളുകൾ പൂട്ടിവെക്കുമെന്നും അവർ ഖുത്ബ കേൾക്കാൻ ഇരിക്കുമെന്നും ഹദീസ് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾ ജീവനുണ്ടെങ്കിൽ വൈകത്തൂല, ഒരു ജുമുഅ കിട്ടണം എന്നുള്ള ചിന്തയാണെങ്കിൽ. ഇവിടെയാണ് ഇബ്നു ഖയ്യിം അൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരു കാര്യത്തിന്റെ ലാഭത്തെക്കുറിച്ച് അറിയണം, അത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് അറിഞ്ഞാൽ ശരിയാകും.